എല്ലാവർക്കും ആൻഡോണിസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും നമ്മൾ ഇത്രയും നാൾ കണ്ട പോലത്തെ ഒരു വാഹനമല്ല, പുതിയതുമല്ല, ഓഫ് റോഡറുമല്ല, ഒന്നുമല്ല. പക്ഷെ ഒരു ക്ലാസി വിൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-22 വർഷം പഴക്കമുള്ള നല്ല കിടിലൻ 1999 മോഡൽ SL 600ൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ കാണാം. അപ്പം എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഈ SL 600 എന്ന് പറയുന്നത്. അത് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു കൺവേർട്ടബിൾ ആണ്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, അതായത് 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്തുണ്ടായിരുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും. കാരണം ഇപ്പോഴത്തെ മോഡേൺ കാർസിൽ, അതായത് ഈ ഒരു യുഗത്തിൽ ഇറങ്ങുന്ന കാറുകളിൽ വളരെ റെയറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 1999 ഇറങ്ങിയ നമ്മുടെ ഈ ഒരു SL 600-നകത്തുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. 1999 മോഡൽ ഒരു SL 600 ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഒരു ക്ലാസി സ്റ്റൈലായിട്ടുള്ളൊരു ഫ്രണ്ടൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ മിക്ക വാഹനങ്ങളിൽ ഇല്ലാത്ത, ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു സിനോൺ ഹെഡ്ലൈറ്റ്, അത് 1999 ഈ ഒരു വാഹനത്തിലുണ്ടെന്നുള്ളത്. മാത്രമല്ല ഇതൊരു US സ്പെക്ക് വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇതെല്ലാം ക്ലിയർ ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ എഡിഷൻ, അതായത് AMG വേർഷനാണ്. AMG വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എൻജിൻ നിർമ്മാതാവിൻ്റെ പേരും സിഗ്നേച്ചറും ആ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കും. എഞ്ചിനിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് V8 വരുന്നതാണ്, V12 വരുന്നത്. പക്ഷേ നമ്മുടെ ഇരിക്കുന്ന ഒരു AMG V12 എഞ്ചിനാണ്. V12 എഞ്ചിനെ കുറിച്ച് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒരു സൂപ്പർ സ്മൂത്ത് എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഈ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ ജസ്റ്റ് പിടിച്ച് പുള്ളി ചെയ്യുക. ഇതാണ് ഇതിൻ്റെ V12 എഞ്ചിൻ. ഒരു 48 വാൽവും ആയിട്ട് വരുന്ന ഒരു V8 എഞ്ചിനാണ്. ഒരു 6 ലിറ്റർ V8 എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹുഡ് നമുക്ക് ഈ ഒരു ആംഗിളിൽ മാത്രമല്ല, ഇതിന് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഇതിനൊരു ലിവറുണ്ട്, ഈ ഒരു ഇത് അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹുഡ് നമുക്ക് 90 ഡിഗ്രി, അതായത് ഇതിൻ്റെ ഒരു V12 എഞ്ചിൻ്റെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫുൾ സൈസിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുൾ സൈസിൽ നമുക്ക് 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു V12 എഞ്ചിനാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്മൂത്ത് എഞ്ചിനാണ്. അതായത് ഇതിന് മുകളിൽ നമ്മൾ കോയിൻ വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻ അനങ്ങാണ്ട് അത് സ്റ്റാർട്ട് ചെയ്താലും നിൽക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതായത് ആ സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റിയൊരു സംഭവം അത് മാത്രം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കോയിൻ്റെ ഇതാണ്. പിന്നീട് ഇതിൻ്റെ വിൻഷീൽഡിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി അത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതുണ്ടോ, ഒരു Mercedes-Benzൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈനുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു AMG എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ അത് ആരാണോ നിർമ്മിച്ചത് ആളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവും ആ ഒരു വാഹനത്തിന്. ആ ഒരു ആളുടെ കയ്യൊപ്പാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടാണ് ഈ ഒരു വാഹനം ഡൈംലർ ബെൻസ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു 2 ഡോറാണ്. 2 ഡോർ ആയതുകൊണ്ട് തന്നെ ഒരു ഷോട്ട്, അതായത് W112, അതായത് ഈ ഒരു ക്ലാസ് ബെൻസിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് വേർഷനാണ് നമ്മുടെ ഒരു SL 600 എന്ന് പറയുന്നത്. മാത്രമല്ല AMGയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റിം അലോയ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. 17 ഇഞ്ച് അലോയ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന് ഓണർ US നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇങ്ങോട്ട്. പക്ഷേ അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്
ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരുപാട് ലക്ഷറി എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 1999 ഒരു വാഹനം ഇറങ്ങുമ്പോൾ അതിനകത്ത് ഒരു കീലെസ് എൻട്രിയുടെ കാര്യങ്ങളൊന്നും അധികം ആരും പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ കീലെസ് എൻട്രി അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. മാത്രമല്ല ഇതൊരു കൺവെർട്ടബിളാണ്. ഇതിൻ്റെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്വിച്ച് നീക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുള്ള് ലോക്ക്, അതായത് ഈ ടോപ്പിൻ്റെ ലോക്കെല്ലാം അൺലോക്ക് ആവും. പിന്നെ നമ്മൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് മാറ്റുക, അത് മാനുവലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതായതുകൊണ്ട് 2 പേരെ ഹെൽപ്പ് വേണം ഈ ഒരു സാധനം എടുത്ത് മാറ്റണമെങ്കിൽ. അതാണ് ഇതിൻ്റെ കംഫർട്ടബിളിൻ്റെ ഒരു സെറ്റപ്പ്. കൺവെർട്ടബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തെ ആ ഒരു ടൈപ്പ് കൺവെർട്ടബിളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമുക്കപ്പം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് വരുന്നത്. മാത്രമല്ല അന്നത്തെ കാലത്തെ പോലത്തെ ഒരു ഫോൾഡിങ് കീ ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പെഷ്യലായിട്ട് ഇത് ചെയ്ത ഒരു ലെതർ ഇൻസേർട്ടും വുഡൻ ഇൻസേർട്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലുണ്ട്. അതിനകത്ത് തന്നെ SRS എയർ ബാഗ്, സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എയർ ബാഗ് കാര്യങ്ങൾ, അത് ഫ്രണ്ടിൽ മാത്രമല്ല പാസഞ്ചറിനും എയർ ബാഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇൻറ്റീരിയറിലെല്ലാം ഒരു ലെതർ ഫിനിഷ് ഉണ്ട്. ഈ 1999 മോഡൽ വന്നപ്പം അതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ഡിജിറ്റലായി. മാത്രമല്ല എല്ലാ മീറ്ററിന് ചുറ്റും ഒരു ക്രോമിയം ഇൻസേർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നീട് ഇതിൻ്റെ ഈ സൈഡിൽ വരുവാണെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ഹെഡ് ലൈറ്റിൻ്റെ കൺട്രോൾസ്, പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ. പിന്നെ ഇത് വണ്ടിയുടെ ഹൈറ്റ് ലോവർ ചെയ്യാനായിട്ടും ഇത് ചെയ്യാനുള്ളൊരു സെറ്റപ്പ്. പിന്നെ ഇത് നമ്മുടെ പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്യാനുള്ളത്. പാർക്ക് ബ്രേക്ക് ഇത് ചവിട്ടി ഇടുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് ഇപ്പോഴും ചില വാഹനങ്ങളിൽ അതായത് നമ്മുടെ അൾട്ടിമ ഇങ്ങനെയുള്ള വാഹനങ്ങളിലെല്ലാം ചിലതിനകത്ത് ചവിട്ടിയിടുന്നൊരു ഹാൻഡ് ബ്രേക്കാണ്, അതായത് പെഡൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. അത് റിലീസ് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഇതേണ്ട നമ്മുടെ 1999 മോഡലിലെ ക്രൂയിസ് കൺട്രോൾ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റപ്പുകൾ. പിന്നീട് ഇതിൻ്റെ ഈ ഒരു കീ വെച്ച് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടച്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് ജസ്റ്റ് നമ്മളൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രാങ്കായി, അതായത് എൻജിൻ സ്റ്റാർട്ടാകുന്ന പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്രാങ്കായി എൻജിൻ സ്റ്റാർട്ടാവും. ഇതിൻ്റെ ഫസ്റ്റ് ഓണറാണ്. ഇത് ജസ്റ്റ് ഒരു നിസ്സാര കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 60,000 കിലോമീറ്റർ കണ്ട് ഇത് ഓടിയിട്ടുള്ളൂ. അതായത് 24,434 മൈൽസ്. അതായത് US നിന്ന് ഇമ്പോർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ മൈൽസാണ്. നമുക്കത് US ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെഹിക്കിൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു സ്പീഡോമീറ്ററിനകത്ത് US ഇമ്പോർട്ടൻ്റ്, അത് ഇമ്പോർട്ട് ചെയ്ത വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ സ്പീഡോമീറ്ററിൽ ഫസ്റ്റ് മൈൽസ് പെർ അവർ ആയിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞായിരിക്കും കിലോമീറ്റർ ആണെങ്കിൽ. കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, ഒന്ന് തിരിച്ച് വിട്ടാൽ മതി, അന്നേരം വണ്ടി സ്റ്റാർട്ടാവും. അതാണ് ഈ വൺ ടച്ച് സ്റ്റാർട്ട് എന്ന് പറയുന്നതുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്ന സംഭവം. മാത്രമല്ല ഇതിനകത്ത് പാസഞ്ചേഴ്സിന് എയർ ബാഗ് കാര്യങ്ങളുണ്ട്. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനോ ഉള്ളതുണ്ട്. 5 സ്പീഡ് ഹൈഡ്രോളിക് ട്രാൻസ്മിഷൻ ആണ് ഇതിന് മുന്നേ, അതായത് 1994-95 ആ ടൈമിൽ വന്നത്. 1999 മുതൽ ഇതിനകത്തൊരു ഇലക്ട്രോണിക് 5 സ്പീഡ്, നേരത്തെ 4 സ്പീഡ് ട്രാൻസ്മിഷൻ ആയിരുന്നു, ഇപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വിൻഡോയുടെ കൺട്രോളുകൾ, അതായത് അതെല്ലാം ഇവിടെ തന്നെ വന്നിരിക്കുന്നു. കൂള്, അതായത് ഹീറ്റ്, അതായത് 1999 മോഡലിൽ, അതായത് 22 വർഷം മുന്നേ സീറ്റ് ഹീറ്റ് ചെയ്യാനും ഇത് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ കൺവെർട്ടബിളിൻ്റെ ആ ഒരു സാധനം അൺലോക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച്. ഇതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങൾ എല്ലാം വളരെ സ്റ്റൈലായിട്ട് പ്രീമിയം ക്വാളിറ്റി തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഡാഷ്ബോർഡ്, ഇതിൻ്റെ സെൻട്രൽ കൺസോളിലെല്ലാം ഒരു വുഡൻ ഇൻസേർട്ട് കാര്യങ്ങൾ. V12, അതായത് V12 AMG 99, ഞാൻ ജനിച്ചൊരു 2 വർഷം കഴിഞ്ഞ് ഇറങ്ങിയൊരു വാഹനമാണ്. പക്ഷേ അത് 22 വർഷം കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് ഓടിക്കാനുള്ളൊരു ഇത് തന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ നോക്കാം. ഒരുപാട് ദൂരത്തൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ഇത്രയും ദൂരത്തേക്കാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കാലെടുക്കും വളരെ സ്മൂത്തായിട്ടാണ് കേട്ടോ വണ്ടി മൂവ് ചെയ്യുന്നത്, വളരെ സ്മൂത്തായിട്ടാണ്. ജസ്റ്റ് ഒന്ന് പതുക്കുന്ന കാലെടുത്ത് നോക്കാം.
ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത് എൻജിൻ എന്ന് പറയുന്നതിന് വളരെയധികം ആ ഒരു ഇതിന് അർത്ഥവത്തായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഒരു എൻജിൻ അവർ ഇത് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് ഈ ഒരു എൻജിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതും സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. നല്ല ടേണിങ് റേഡിയസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു വിശ്വരൂപം നോക്കാം. V12 എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V12 ആണ് ഒന്നും പറയാനില്ല. വണ്ടി തന്ന ഇതിൻ്റെ പ്രൗഡ് ഓണർക്ക് വലിയൊരു നന്ദി. അദ്ദേഹം ഒരു മലയാളിയാണ്. മാത്രമല്ല പറയുവാണെങ്കിൽ ഈ വാഹനം സെയിൽ ചെയ്യാണ്. US ഇമ്പോർട്ടഡ് വാഹനമാണ്. US ഇമ്പോർട്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ തന്നെ ഇമ്പോർട്ട് ചെയ്തത്, അല്ലാണ്ട് മറ്റൊരാളുടെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിയ വാഹനമല്ല. AMG ആണ്, സ്പെഷ്യൽ വേർഷനാണ്. ഈ വാഹനം വിൽക്കാനായിട്ട് ഇവർ ഇട്ടേക്കുന്ന പ്രൈസ് 1,50,000 തരുന്നത്. അതായത് ഏകദേശം ഒരു 30 lakh rupees ആണ് ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ. അപ്പോൾ ഈ വാഹനം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം ഹാൻഡ്.